നമ്മൾ ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഒരു പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മുട്ടച്ചീര ഉണ്ടാക്കിയതാ തോരൻ. പിന്നെ സെക്കൻഡ് ട്രിപ്പാണ്. നീ നട്ട ചീരയേരി പാകി ഗ്രോ ബാഗിൽ പാകി വളർത്തിയതാട്ടോ ഇത്. അത് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് ചീര കൊണ്ടൊരു ഒഴിച്ചു കറി. അത് നമുക്ക് ഇതും കൂടെയും കട്ട് ചെയ്യട്ടെ. ഉള്ളതങ്ങ് കട്ട് ചെയ്തേക്കാം. പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പൊടിച്ചു വന്നോളൂ. ഇതോ അതോ കട്ട് ചെയ്തോ? പൊടിച്ചു വന്നതാ. അതൊക്കെ പൊടിച്ചു വന്ന രണ്ടാമത് പൊടിച്ചു വന്നതാ. ഇത് മതി. മറ്റേത് കട്ട് ചെയ്തോ? ചെറുത് പോരെ? ഇതിവിടെ നിന്നോട്ടെ. ഒരെണ്ണം എനിക്ക് എന്നാന്നോ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയില്ല. ഒരെണ്ണം ഇലയായിട്ട് കേട്ടോ, 1-2 ഇനി ഇത് നമുക്ക് ഇത്രയുണ്ട്. ഇത് നമുക്ക് ധാരാളം ഉണ്ട് ഒഴിച്ചുകറി ആകുമ്പോൾ. ഇത് 2 നേരത്തേക്ക് നമുക്കുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു ബക്കറ്റിൽ അല്ല ഒരു ചെരുവത്തിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് അലമ്പി അരിഞ്ഞെടുക്കണം. അപ്പം ആ ടൈമിൽ വെള്ളത്തിൽ അലമ്പിയേച്ച് എടുത്ത് വെള്ളം വാലാൻ വയ്ക്കുന്ന ടൈമിൽ അടുപ്പത്ത് ഇതിന് മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ തയ്യാറാക്കാം. ബാ, ചീര പറിച്ചെടുത്തില്ലേ, അത് കഴുകി അലമ്പി വെച്ചേക്കുവാണ്. അതിൻ്റെ കൂടെ തയ്യാറാക്കാനുള്ള മിക്സ് ആയതാ ഇത്. ഇതേ ഈ സാമ്പാർ പരിപ്പ്, അതായത് തുവരപ്പരിപ്പ് മിക്സിയിൽ മിക്സിന്ന് പോട്ടെ, കുക്കറിൽ ഞാൻ നന്നായിട്ട് 1/4 ഭാഗം വേവിച്ചെടുത്തു. ഒരു 3 വിസിലടുപ്പിച്ചാതെ ഈ പാകത്തിന് വേവിച്ചെടുത്തോ തുവരപ്പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞപ്പൊടിയും സ്വല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ച് പുറത്തേക്ക് പോരില്ല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. അപ്പം അത് വേവിച്ചതിലേക്ക് ഒരു ടൊമാറ്റോ കഴുകി വെച്ചേക്കണതാണ്. ഏറ്റവും ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അത് കുനുകുനൂന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. എന്നാന്ന് വെച്ചാൽ ചീരയുടെ കൂടെ നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കണത് ടൊമാറ്റോയാണ്. ഈ ടൊമാറ്റോയ്ക്ക് പകരം മാങ്ങ ചേർക്കേണ്ടവർക്ക് മാങ്ങ ചേർക്കാം, സ്വല്പം മോര് ചേർക്കണമെന്നുള്ളവർക്ക് മോര് ചേർക്കാം. ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ടേസ്റ്റിന് അതിൻ്റെതായ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോ അരിഞ്ഞാൽ ചേർക്കണത്. അപ്പം നമ്മുടെ ടൊമാറ്റോയിലുണ്ടായി, പക്ഷേ പറിക്കാറായില്ല. അതിൻ്റെ പടവ് നിന്ന് എടുത്തോട്ടോ. അപ്പയുടെ വെജിറ്റബിൾ ഗാർഡൻ പാവല് പൂ കുത്തിയിട്ടുണ്ട്, അതിൻ്റെ പടം എടുത്തോളണം. അപ്പം ഇത് എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ശരിക്ക് അലുത്ത് വെന്ത് വരണം. എന്നിട്ട് അതിലേക്ക് ചീര അരിഞ്ഞത് ചേർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ അരപ്പി ചേർക്കാനുണ്ട്. അത്ര ഈസി കറിയാണ്, ടേസ്റ്റി കറിയാണ് ഒഴിച്ച് കറി. അപ്പം ഗ്യാസ് ഓൺ ചെയ്യട്ടെ. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം ഇതിലേക്ക്. ഓൾറെഡി ഉപ്പ് ചേർത്തേക്കണോണ്ട് ഇപ്പം ഇനി ഉപ്പ് ചേർക്കണ്ട. പരിപ്പ് ഉപ്പിട്ടാ വേവിച്ചേർന്ന്. ഇനി അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും ഞാൻ ചീര അരിഞ്ഞോണ്ട് വരാം. നമ്മൾ ചീര അരിയണം. അതെ, ചുമ്മാ ചീര അരിയണം. മറ്റേ ചുമ്മാ ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ശരിക്കും ഇല ഇച്ചിരി വലുതായിട്ട് അരിയണ്ട. ഞാനൊരു സ്വല്പം അതുകൊണ്ട് വലുതായിട്ട് തണ്ട് മാത്രമേ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ ഇല ഇങ്ങനെ ഈ രീതിയിൽ അതിൽ കിടക്കണതായിട്ടാണ് എടുക്കേണ്ടത് നമുക്ക് കറിക്ക്. അപ്പം ഇല കുറച്ച് അതിൽ ഇങ്ങനെ കിടക്കണം. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം. ഇനി ഇത് നന്നായിട്ട് തികന്ന് കഴിയുമ്പോൾ ശരിക്കും ടൊമാറ്റോ അതിലേക്കൊന്ന് ലയിച്ച് കഴിഞ്ഞിട്ട് ആ ചീരയുടെ ഇടണം മിക്സ്. അപ്പം ആ ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം. അരപ്പിന് എന്നാക്കി വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. തേങ്ങ അവനവൻ്റെ ഇഷ്ടത്തിന് മതി. ഇതിന് ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ പരിപ്പ് ചേർക്കണോണ്ട് ഒരു കുഴമ്പ് പാകത്തിന് ഈ കറി ഇരിക്കണം. അപ്പോൾ കുറുകലുണ്ടാവും. അപ്പം ഞാനൊരു ഉദ്ദേശം കുറച്ച് തേങ്ങ ഒരു തേങ്ങയുടെ 1 മുറിയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. തേങ്ങ എടുത്തേക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. വെളുത്തുള്ളി 1 ദളം എടുത്തിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളിയാണ് കൂടുതൽ എടുത്തേക്കണം. ചുമന്നുള്ളി ഇതൊക്കെ അരിഞ്ഞ് ചേർക്കണം ഇതിലേക്ക്. മിക്സിയിൽ അരയ്ക്കാനുള്ളതല്ലേ. പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുക്കാം. ഇത്രയാണ് കാണിക്കാം. പച്ചമുളക് അല്ലാട്ടോ ഇത് നമ്മൾ ചേർക്കണേ, എരിവ് മുളക് പൊടിയാണ്. എരിമുളക് പൊടി ഇത് മതി. ഇതിലേക്ക് അരയ്ക്കാനുള്ളതല്ലേ. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. പൊടികൾ ഇത് 2 ഉള്ളൂ ഇതിന്. അത്രേ ഉള്ളൂ. മല്ലിയും ഉലുവ അങ്ങനെയുള്ളതൊന്നുമില്ല. അതെ, പൊടിക്ക് അത്രേ ഉള്ളൂ. മഞ്ഞക്കറി മഞ്ഞയായിട്ടിരിക്കൂല. ഈ ചീരയുടെ ഇതും കൂടെ ചേർന്നോട് ഒരു ചുമപ്പരാശിയായിരിക്കും. പിന്നെ പച്ചച്ചീരയാണെങ്കിൽ പച്ച കളർ പോലെ ഇരിക്കണ്ടേ. ഉള്ളി അങ്ങ് അരിഞ്ഞ് ചേർക്കാൻ ഓർത്താം. മിക്സിയിൽ അരച്ചെടുക്കണ്ടേ.
പിന്നെ കടുക് വറുക്കാൻ അമ്മ വേപ്പില വെച്ച്. വേപ്പില ശരിക്കും പറഞ്ഞാൽ ഇതിന് കടുക് വറുക്കാൻ വേപ്പിലയുടെ ആവശ്യമില്ല, ഇലക്കറിയല്ലേ, കംപ്ലീറ്റ് ഇല അതിലുണ്ടാവും. ഞാൻ ഇച്ചിരി വേപ്പില എടുത്ത് പതിവ് പോലെ എല്ലാത്തിനും എടുക്കും പോലെ അങ്ങ് എടുത്ത് വെച്ചതാ. നമുക്കിതിലേക്ക് ഇതേ കറി അവിടെ നോക്കിക്കേ തിളച്ചു. അതിലേക്ക് നമുക്ക് ചീരയില ഇടാറായി. ചീരയില അങ്ങ് ഇടാൻ നമുക്ക്. തിളച്ച് ഏതാണ്ടൊരു മിക്സ് ആയിട്ടുണ്ട്. ചീരയില ഇട്ടേച്ച് നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. പരിപ്പാ ഉപ്പിട്ട് വേവിച്ചിരുന്നത്. സ്വന്തം ചീര, ഫ്രഷ് ഫ്രം ദ ഗാർഡൻ. അതെ. ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ചോറിന് കഴിക്കാൻ പറ്റിയ കറികൾ കാണിക്കാൻ. പക്ഷെ അതൊക്കെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നണത്. ഞങ്ങൾ കറികൾ ഒരുപാട് ഒഴിച്ചുകറിയും മെഴുക്കുവരട്ടിയും തോരനും ധാരാളം ചോറിൻ്റെ കറികൾ കാണിച്ചിട്ടുണ്ട്. പഴയ റെസിപ്പികളിലെല്ലാം ഉണ്ട്. പഴമയുള്ള ഒത്തിരി കറികളുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ കറികൾ കിട്ടും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഡിസ്ക്രിപ്ഷൻ അല്ല, കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ നമ്മൾ എപ്പോഴും ലിങ്കുകൾ ഇടുന്നുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ കേട്ടോ. അതായത് നമ്മുടെ ചാനൽ എടുത്തു കഴിയുമ്പോൾ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ടടുത്ത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിൽ ഡെയിലി അപ്ഡേഷൻസ് നമ്മൾ ഇടും, ഫോട്ടോസ് ഇടും, വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഇടുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ എല്ലാവരും ജസ്റ്റ് ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സ്വല്പം ഉപ്പൊക്കെ ഇട്ടു, അവിടെ കിടന്ന് തിളക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കാണിക്കാനാ. ഞാനും തേങ്ങയും ഉള്ളി മുളക് മഞ്ഞൾ എല്ലാം ഇതിലേക്ക് ഇട്ടു. കുറച്ച് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് വെണ്ണ പോലെ അരഞ്ഞെടുക്കണം. അരച്ചുകൊണ്ട് വരാം. അപ്പം ഇത് സ്ലോ ആക്കി, കാരണം ഇത് വെന്തു ഓൾറെഡി വേവായില്ല. അതെ. നമുക്കിനി അരപ്പ് നന്നായിട്ട് അരച്ചു. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് അതിലേക്ക് ഇറക്കാം, അല്ലെങ്കിൽ ഇതിന്ന് വിട്ടുപോരില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ചാറ് വേണമല്ലോ ഏതായാലും കറിയാകുമ്പോൾ ചേർത്തോളൂ. ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചത് മൊത്തം ഇങ്ങനെ ചേർക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഭംഗി കളർ. ഇത് ചുമന്ന ചീര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്വല്പം ഒരു ആ രാശി ഉണ്ടാവും. പച്ചയാണെങ്കിൽ പച്ച കളറിൽ. ഈ ഒരുപാട് ചാറ് പോലെ ഇരിക്കൂല, കുറുകി പോലെ ഇരിക്കണം ഒരു കുഴമ്പ് ഭാഗത്തിന്. അപ്പം നമുക്ക് ഈ ചാറ് മതി. ഇച്ചിരി ഇതിൽ ചേർക്കണം ഒരു സ്വല്പം. പിന്നെ ഇച്ചിരി ഒന്ന് ചട്ടിയിലല്ലേ ഇരിക്കുമ്പോൾ ഒന്ന് വറ്റും ചൂട്. ഇനി നമുക്ക് തിളച്ച് കഴിയുമ്പോൾ മാറ്റി കടുക് വറക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഈസി ആയിട്ടുള്ള കറിയാണ്. പല നമ്മൾ മോര് കറി, ടൊമാറ്റോ കറി, ചെമ്മീൻ മാങ്ങയും കറി, ഇങ്ങനെ മാങ്ങ മപ്പാസ്, ഇങ്ങനെ പല ചാറുകറികൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഓരോ ചേഞ്ചിന് ഓരോ കറിയായിട്ട് ഒഴിക്കണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗത്തിലുള്ള കറിയാണ് അല്ലേ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ, കാരണം ഉപ്പ് ചേർത്തതാണ് ആദ്യം. ഒന്നോടെ നോക്കട്ടെ. ഉപ്പ് മതി. നോക്കിക്കേ, കറിയൊന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. തിളച്ച് വന്നം നോക്കട്ടെ. ഉപ്പ് മതി. നല്ല രുചിയുണ്ടല്ലോ. കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല. ഞാൻ പിന്നെയും തോരപ്പരിപ്പ് ഞാൻ കുറച്ച് പരിപ്പ് ചേർത്തോളൂ. ചീര കുറവാ അളവുള്ളത് കൊണ്ട്. കാരണം പരിപ്പിന്റെ കുത്തലായി കഴിഞ്ഞാൽ കൊള്ളൂല. അത് കാരണം കുഴപ്പമില്ല, നല്ല രുചിയുണ്ട്. ഈ പാകത്തിന് നമുക്കൊന്ന് കൊതാന്നിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് വറക്കാം. ഇതിന് കടുക് വറക്കാൻ വേപ്പില വേണ്ട, കാരണം ഞാൻ പറഞ്ഞില്ലേ മുഴുവനല്ലേ അത് ചീര. അപ്പം പിന്നെ ഇല ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇതേ കണ്ടോ, അതേ പൊങ്ങി വന്നെ. അന്നേരം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാനിങ്ങനെ അരപ്പ് കറികൾ അങ്ങനെയുള്ള കറികൾ തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ ആ ബർണറിൽ നിന്ന് പെട്ടെന്ന് മാറ്റും. കാരണം ചട്ടിയിൽ തന്നെ സ്വതവേ ചൂടുണ്ട്, പിന്നെ ആ ബർണറിൽ തന്നെ ഇരുന്നാൽ ചൂട് കൂടുതലാവും. അപ്പം ഇനി നമുക്ക് കടുക് വറക്കാം കേട്ടോ. തവ എടുത്തുകൊണ്ട് വരട്ടെ. ഇതേ നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞത് ഉള്ളിയൊക്കെ മൂത്ത് നന്നായിട്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അടിപൊളി. അപ്പം നമുക്ക് ഉച്ചത്തേക്കുള്ള ഒഴിച്ച് കറിയായി. പിന്നെ മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്,
ഫിഷ് ഫ്രൈ ചെയ്യണം. പിന്നെന്താ പിന്നെ ധാരാളം കറികളായി അല്ലേ. കോരി കാണിക്കണോ അളവ് എങ്ങനെയാന്നുള്ളതൊന്നും അല്ല, ഇതിന്റെ കുറുകൽ എങ്ങനെയാന്ന ഈ വസ്തു കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പിടിക്കാൻ എടുക്കുക. അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പുതിയ രുചികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ പരിപ്പ് കുറച്ച് ചേർക്കുക ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ പരിപ്പിന്റെ ടേസ്റ്റ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ വളരെ കുറച്ചേ ചേർത്തോളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ പരിപ്പിന്റെ ഒരു കുത്തലൊന്നും വരില്ല. പിന്നെ ടൊമാറ്റോ അത്യാവശ്യം പുളിയുള്ളതായതുകൊണ്ട് ഒരു ടൊമാറ്റോയും അതും ചേർത്തോളൂ. അപ്പം അത് ഈ പരിപ്പുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഈ ചീരയുടെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ചീരയിലേക്ക് ആയിട്ടങ്ങ് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ പാകത്തിന് ഇരിക്കണേ. ഒരുപാട് വെള്ളം പോലെ ആയാൽ കൊള്ളില്ല, കുഴമ്പ് പാകത്തിന്. അതിനാണ് ഞങ്ങൾ കുഴമ്പ് പാകമെന്നാണ് പറയണേ. അപ്പം നമുക്കിത് ഇനി അടച്ച് വെക്കാം. എന്നിട്ട് ഉച്ചത്തേക്ക് ചോറ് പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. കാണിക്കാം, ചോറിൽ ഒഴിക്കുന്നത് കാണിക്കാം അല്ലേ. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കൊണ്ടുള്ള ചക്ക കുരു ഉലർത്താണ്. ഇപ്പുറത്തെ മീൻ വറുത്തത്. ഇനി ഒഴിക്കാൻ പോകുന്നത് ഇന്നത്തെ കറി നമ്മള് ഒഴിക്കുകയാണ് മക്കളെ. ടൊമാറ്റോ, പരിപ്പ്, പിന്നെ ചീര അല്ലേ, ചീര ചേർത്തുള്ള തേങ്ങയരപ്പ് കറി. അതെ, അടിപൊളി കറിയാണ് കേട്ടോ. നല്ല കറിയാ. പിന്നെ യു മസ്റ്റ് ട്രൈ ദിസ്. രണ്ടുപേരുടെയും കൂടെ ഒഴിച്ചേക്കാം. ഹായ്, യമ്മി യമ്മി. പോരെ, ഇതെനിക്കുള്ളത്. അപ്പൊ ഞാനിന്ന് ചോറ് കഴിക്കണ്ടോ? അവനോട് തന്നെ അറിയില്ലേ. ഇനി ഉപ്പ പിക്കിളിട്ടില്ലല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കറിയായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ചാറുകറികളൊക്കെ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടം. ഒരേ ചാറുകറി തന്നെ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് ബോറടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ രുചി ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള രുചിയാണ്. ചീര ആയതുകൊണ്ട് നല്ലോണം വൈറ്റമിൻ കണ്ടൻ്റ് ഒക്കെ ഉള്ളതാണ്. വൈറ്റമിൻ എ ഒക്കെ നല്ലോണം ഉള്ള ഒരു ഇലക്കറിയാണ്. ഇലക്കറി എപ്പോഴും ധാരാളമായിട്ട് നമ്മുടെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴും എല്ലാവരും പറയാറില്ലേ. അപ്പോൾ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്ക്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നാടൻ കറികൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് നാടൻ കറികൾ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നോക്കാറുണ്ട് വീടുകളിൽ. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അവരോട് ലൈക്ക് ചെയ്യാൻ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.